ഗർഭിണി മരിച്ച സംഭവം ആസൂത്രണം. പോലീസ് കാറിനുള്ളിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തി. തീപിടിക്കാൻ കാരണം പെട്രോൾ ആണ് എന്ന് പോലീസ് പറയുന്നു. അപകടത്തിൽ മരിച്ച സോന പെട്രോൾ പമ്പിലെത്തി പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. സോന 7 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കമന്റ് ബോക്സിലൊക്കെ വരുന്ന കമന്റാണ്, 7 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കൊച്ചാണോ ഇങ്ങനെ നടക്കുന്നതെന്നുള്ള രീതിയിലാണ്, ഒന്നും തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തപ്പം സോനെ അറിയാവുന്ന ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞു ഇത് സോന തന്നെ ആണെന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ടൊക്കെ കടക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ. ഇതിപ്പം സോനയാണോ ഇത് ചെയ്തത് അതോ അവനാണോ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിന് അവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആ പെണ്ണിനെ ചീറ്റ് ചെയ്തായിരുന്നു ആദ്യം. അവസാനം അതുകൊണ്ട് കംപ്ലൈന്റും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന അവൻ ആ കേസ് ഒന്ന് പിൻവലിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പം 7 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് പല പല സാധ്യതകളുണ്ട്. ഇവൻ പോലീസിന് കൊടുത്ത മൊഴി എന്താണെന്ന് വെച്ചാൽ, സാറേ പെട്രോളിന്റെ മണം ഉണ്ടായിരുന്നു, അത് പറയും പൊട്ടിത്തെറിക്കും കൂടെ ഉള്ള രീതിയിലാണ് ഇവൻ മൊഴി കൊടുത്തതെന്നാണ് പറയുന്നത്. ഓക്കെ, സോന ഇതേ ദിവസം എന്നാണ് ഇത് സംഭവിച്ചത്, അതേ ദിവസം സോന ഈ പറഞ്ഞൊരു ബന്ധു വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ത്രീ ബന്ധങ്ങളും കാര്യങ്ങളും അവൻ ഇപ്പോഴും ഉണ്ട്, എനിക്കിത് പറ്റുന്നില്ല, എന്നെ ഒരു വല്ലാത്ത രീതിയിലാണ് കാണുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതൊരു ചേച്ചി അടുത്താണ്, എനിക്ക് തോന്നുന്നു അമ്മയുടെ ബന്ധത്തിലുള്ള ഒരു ചേച്ചിയോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അവരുൾപ്പെടെ സോനയുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എവിടെ? നിങ്ങളുടെ മാർക്കറ്റിലോട്ട് അങ്ങോട്ട് പോകാൻ നേരത്ത്. എനിക്ക് തോന്നുന്നു ആ വഴി വല്ലതാണോ ഈ പെട്രോൾ മേടിച്ചത്, ആ വഴിയാണോ പെട്രോൾ മേടിച്ചത്, അതോ ഇത് രാത്രി സമയമാണ്, സോന ഒറ്റയ്ക്ക് പോയാണോ മേടിച്ചതെന്നൊക്കെ പോലീസ് കണ്ടുപിടിക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ അറിയാം. പിന്നെ ഇവൻ പറയുന്ന പെട്രോളിന്റെ മണം ഉണ്ടാവുമെന്ന് പറയുന്നു. ഈ സോനെ വിളിക്കാൻ പോയ സമയത്ത് എങ്ങനായാലും പെട്രോൾ ഉണ്ടെങ്കിൽ കന്നാസിലാണ് മേടിക്കുന്നത്, അതുകൊണ്ടാണല്ലോ വണ്ടി തുറന്ന് കയറുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ കയറും. അപ്പോൾ ഇവൻ കണ്ടു കാണത്തില്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്, കൺഫ്യൂഷൻ അടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ അവനെ എല്ലാവരും കുറ്റപ്പെടുത്തി പാവം പിടിച്ചവൻ, ഇന്ന് അവൻ പുണ്യാളനായി. പുള്ളിക്കാരി കന്നാസുമായിട്ട് പെട്രോൾ പമ്പിൽ പോയപ്പോഴത്തേക്ക് അവൻ പുണ്യാളനായി. പക്ഷെ കുറെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ മേടിപ്പിച്ചതാണെങ്കിലോ, ഇവർ രണ്ടുപേരുടെയും സ്റ്റോറി എടുത്ത് നോക്കുവാണെങ്കിൽ, ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കുവാണെങ്കിൽ വില്ലൻ കഥാപാത്രം അവൻ്റെയാണ്. ഇനി അവൻ പറഞ്ഞു വിട്ട് മേടിപ്പിച്ചാണെങ്കിലോ, അങ്ങനെ ആയിക്കോട്ടെ. ഈ കുട്ടിക്ക് ബോധമില്ലായിരുന്നു എന്ന് പറയുന്നു, പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെയിനായിട്ട് നോക്കിയത് ആ തോട്ടറമ്പത്തിലോട്ട് വണ്ടി സൈഡിലോട്ട് നിർത്തുമ്പോഴാണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതി ചോദ്യം ചെയ്യണം അവനെ. ഇപ്പോൾ അവനൊരു 65% പൊള്ളലേറ്റെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ്റെ ബന്ധുക്കാർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ, അല്ലാത്തവരൊന്നും കൂടുതൽ അപ്ഡേറ്റോ കാര്യങ്ങൾ ഇപ്പോഴും അത് പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്തേക്കാം, ഒന്ന് ലൈക്ക് അടിച്ചേക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കും. ഈ തീപിടുത്തത്തിനുള്ള കാരണം അത് പെട്രോൾ എന്നാണ് പോലീസ് പറയുന്നത്. പെട്രോൾ എങ്ങനെ കാറിൽ എത്തി എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല, പെട്രോളിന് ലീക്ക് ഇല്ല. അവിടെ കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞ വലിയൊരു സൗണ്ടാണ് കേട്ടതെന്നാണ് പറഞ്ഞത്. കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞ വലിയൊരു സൗണ്ട് കേട്ട് ഓടി വരുമായിരുന്നു. അപ്പൊ പെട്രോളിന്റെ പൊട്ടിയുണ്ടാകാൻ തോന്നുന്ന ഇത്രയും ഇതായത്. ഈ കാര്യങ്ങൾക്ക് ഒന്നും ലീക്ക് ഇല്ലെങ്കിൽ ഇത്ര തീ എങ്ങനെ പിടിച്ചു? അപ്പം ഈ കന്നാസിന്ന് സാധനം പോയിരിക്കുന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ എന്തായാലും പെട്രോള് മൊത്തം സ്പ്രെഡാകും. അങ്ങനെ ആയിരിക്കും അവൻ്റെ ദേഹത്തും തീ പിടിച്ചത്. ഓക്കെ, ഇത് അപകടം സാധാരണ നിലയിലുള്ള ഒരു അപകടമാണെന്നാണ് ആദ്യത്തെ പ്രാഥമികമായിട്ട് ലഭിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം മാറി ഈ കാറിൽ തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുന്നു. കാരണം കാറിന്റെ മുൻവശത്ത് നിന്നോ പിൻവശത്തു നിന്നോ അല്ല തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്, കാറിന്റെ ഉൾവശത്ത് നിന്നാണ്. മറ്റു ഈ ടാങ്കിന് ലീക്ക്. ഇത് സോന സ്വയം ചെയ്യുവോ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, സോന സ്വയം ചെയ്യുമോ? ഇത് അത്രയ്ക്ക് വേദന സഹിച്ചിരിക്കാൻ സോനയ്ക്ക് പറ്റുമോ? സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് എന്തായിരിക്കും? ഇനി സോന ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ സോന ഏത് ചെയ്യുന്നതെങ്കിൽ അത്ര വേദന സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളോ അല്ലെങ്കിൽ മയങ്ങി കിടക്കായിരുന്നെന്നാണ് പറയുന്നത്. ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. എന്തോ ഇത് കറക്റ്റായിട്ട് അന്വേഷണം പോവുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല, അതായത് മയങ്ങി കിടക്കാൻ വേണ്ടി വല്ലതും കഴിച്ചിട്ടുണ്ടോ, എന്താ പറയുക, കൺഫ്യൂഷൻ ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ബോറടിക്കും നിങ്ങൾക്ക്, അതുകൊണ്ടൊന്നും പറയുന്നില്ല ഞാൻ കൂടുതൽ. എന്തായാലും ഇത് കറക്റ്റായിട്ട് അറിയുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും.
അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന്. അയാളെ കുറച്ചും കൂടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. മോട്ടോർ വാഹന വകുപ്പും കൂടാതെ ഫോറൻസിക്കും ഉൾപ്പെടെ പുറത്തുവന്ന പരിശോധന ഫലത്തിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ ഇതിൽ വേറെ നിർണായകമായിരിക്കുന്ന ഒരു CCTV ദൃശ്യം ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നടുവണ്ണൂരിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഈ യുവതി മരണപ്പെട്ട സോന പെട്രോൾ ഒരു കന്നാസിൽ വാങ്ങിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇതിലേക്കുള്ള ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഈ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പെട്രോൾ വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടാതെ തന്നെ ഈ കാറിന്റെ ഉൾവശം എങ്ങനെ ഈ പെട്രോൾ എത്തിച്ചു, അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോറൻസിക് പരിശോധനയുടെ ഫലങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിലവിൽ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം ഈ കാറിനകത്ത് ഈ പെട്രോൾ ഉള്ളതാണ് ഇത്രയും വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ്. കൂടാതെ തന്നെ ഇതിൽ ഈ കുടുംബം ആരോപിക്കുന്നത് ഈ യുവാവുമായി ബന്ധപ്പെട്ട യുവാവ് മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ സോന ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വടകരയിൽ എത്തി ഒരു ആത്മഹത്യ ഉൾപ്പെടെ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അപ്പോൾ പോലീസാണ് അവിടെ തടഞ്ഞു നിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതൊരു ദുരൂഹത നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഉൾപ്പെടെ കുടുംബം ആരോപിക്കുകയാണ്. നിലവിൽ റിജിലാൽ, സോനയുടെ ഭർത്താവായിട്ട് റിജിലാൽ നേരത്തെയും റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇതുപോലെ ജീവൻ കളയാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് സോന. സോനയ്ക്ക് ഇതൊരു പുത്തിരയല്ല. വേണമെങ്കിൽ ഈ കേസ് പിന്നെയും തിരിയാം. കാരണം നേരത്തെ സോന നല്ലൊരു വക്കീലാണ് അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പറയാം നേരത്തെ ഈ കുട്ടി ശ്രമിച്ചിട്ടുള്ളതായിരുന്നു. ചിലപ്പോൾ ഈ രണ്ടുപേരും ഒരുമിച്ച് തീരട്ടെ എന്ന് കരുതിയിട്ടുള്ള പ്ലാൻ ആയിരിക്കാം. ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ഇനി പെട്രോൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അവൻ വണ്ടി ഓടിക്കുവാണല്ലോ ഫ്രണ്ടില, ഇനി ഈ സീറ്റിന്റെ താഴിലോട്ട് വല്ലതും കയറ്റി വെച്ചിട്ട് വല്ലതും ഇട്ടതാണോ? ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാ ഞാൻ ആലോചിച്ച് പോകുന്നത്. ഒരു വല്ലാത്ത കുഴപ്പം പിടിച്ചൊരു സാധനമായി പോയല്ലോ അത്. ഇതിപ്പം ഈ CCTV ആണ് അവനെ നിന്ന് എന്താ പറയണ്ടേ ഈ കേസ് ഇങ്ങോട്ട് മാറുന്നത്. പിന്നെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവരുടെ ലൈഫ് സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ അവനായാണ് എല്ലാവരും കുറ്റം പറയുന്നത്. കാരണം അവൻ തന്നെ ആയിരിക്കാം പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ മേടിപ്പിച്ചെന്നുള്ള രീതിയിലാണ്. എന്തായാലും പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു CCTV ദൃശ്യം ഇവിടെ കിട്ടത്തില്ല. നല്ല രീതിയിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. വേറൊരു ന്യൂസ് ഞാൻ വെച്ചുതരാം. പരിശോധനയ്ക്ക് അയച്ചു, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇന്നാണ് കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് കാറിനുള്ളിൽ പെട്രോൾ ഉണ്ടായിരുന്നു. ഈ തീപിടിച്ചതിന് കാരണം ഈ പെട്രോൾ ആണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മാത്രവുമല്ല ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരു മരണം തന്നെയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ കാറിൽ പെട്രോൾ സൂക്ഷിച്ചത് സോന പെട്രോൾ പമ്പിൽ നടുവണ്ണൂരിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സോന തന്നെയാണ് പെട്രോൾ പമ്പിൽ പോയിട്ട് ആ പെട്രോൾ വാങ്ങുന്നത്, കാറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോനയുടെ ഭർത്താവായിട്ടുള്ള കക്കർമുക്ക് സ്വദേശി റെജിലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായിട്ട് തന്നെ ചികിത്സയിൽ തുടരുകയാണ്. 65% പൊള്ളലേറ്റിട്ടുണ്ട്. റെജിലാലിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ റെജിലാൽ പറയുന്നത് കാറിൽ പെട്രോൾ ഉണ്ടായിരുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. ഏകദേശം വീടിന് സമീപത്ത് എത്താനായപ്പോൾ കാറിൽ നിന്നും പെട്രോളിന്റെ മണം വരുന്നു. ഇതെന്താണ് പെട്രോളിന്റെ സ്മെല്ല് വരുന്നത് എന്ന സോന പുറകത്തെ സീറ്റിലിരിക്കുകയാണ്. സോനയോട് ചോദിക്കുന്ന സമയം ആ ഒരു സമയം തന്നെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഇവൻ ചോദിക്കുകയും പൊട്ടിത്തെറി ഉണ്ടാവുകയും കൂടെ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് വല്ല എന്തായാലും ഫോറൻസിക് കാര്യമൊന്നും നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് ഒരു തീപ്പെട്ടി ഇട്ടാൽ പോലും അവന്മാർക്ക് അറിയാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ആ റിപ്പോർട്ടിൽ വന്നില്ല? ഇനി ഇവൻ്റെ മൊഴി എടുത്തപ്പോഴാണ് ഈ പെട്രോളിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും അന്വേഷിക്കില്ല. എന്തായാലും ഒരു കന്നാസ് ഉണ്ടായിരുന്നെങ്കിൽ കന്നാസിൻ്റെ അവശിഷ്ടങ്ങളും കാണേണ്ടതാണ്. വന്നവന്മാരും ഇനി അത്ര ഫേക്ക് സാധനങ്ങളാണോ ഈ ഫോറൻസിക് റിപ്പോർട്ട് കൊടുത്ത ടീംസുകൾ? ഞാൻ അന്വേഷിച്ചു പോവാണ്. ഇത് നല്ല രീതിയിൽ എന്താ പറയണ്ട അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ആത്മാർത്ഥത അങ്ങോട്ടില്ല. ഓക്കെ, എന്തായാലും എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടുവാണെങ്കിൽ പറയാം. കൂടുതലായിട്ടൊന്നും എനിക്കും കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ ഇവരുടെ ഒരു കസിനുമായിട്ട് എന്തെങ്കിലും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ബൈ. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഇതിപ്പം ഞാൻ സത്യം പറയാമല്ലോ, പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും കൺഫ്യൂഷൻ അടിച്ചൊരു സംഭവം എനിക്കിപ്പോൾ ഇതായിട്ടാണ് തോന്നുന്നത്. ഇതിപ്പം കാരണം ആദ്യത്തെ 2 വീഡിയോയിൽ ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ നെഗറ്റീവ് സംസാരിച്ചത്. ഇതിപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആ ഒരു രീതിയിലായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് ബോക്സിൽ. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ. ഇനിയിപ്പം നോക്കാം. ബൈ.